ഗൈസ്, വെൽക്കം ടു ആവി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്, ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, സാരി ഉടുത്തിട്ട് വേണം പോകാനായിട്ട്. സാരി അല്ലെങ്കിൽ പാവാട അല്ലെങ്കിൽ മുണ്ട്, അങ്ങനെയാണ് സ്ത്രീകളുടെ വേഷം. പുരുഷന്മാരാണെങ്കിൽ മുണ്ട് തന്നെ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പോകണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് മേടിക്കാനും കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി സാരിയും ബ്ലൗസും ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാരി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാരിയും ബ്ലൗസും മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പാവാടയോ സൂചി പോലും എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെപ്പാടൊരു സൂചി അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഒരു സൂചി വെച്ചിട്ട് എങ്ങനെ സാരി എടുക്കാം എന്നുള്ള കസരത്തുകളാണ് നിങ്ങളിതിൽ കാണുന്നത്. അപ്പോൾ പാവാട ഉണ്ടായില്ലല്ലോ, അപ്പോൾ അതിന് പകരം ഞാനൊരു പാൻറ്റ് വെച്ചു, അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഒരു പാൻറ്റ് തന്നെ ഇട്ടെ. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ലൂസാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വെച്ച് അഴിഞ്ഞു പോവല്ലേ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭാഗ്യത്തിന് അഴിഞ്ഞൊന്നും പോയില്ല. അങ്ങനെ നമ്മൾ സാരി കൊടുത്ത് റെഡി ആവാണ്. ഇത് കണ്ട ഹീൽസാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ ആ ഹീൽ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസത്തെയാണ് കേട്ടോ. ഈ ഫസ്റ്റ് 3 വീഡിയോസ് ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്. 3 ടാർഗറ്റ്സ് ഉണ്ട് നമുക്ക്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ണെഴുതുന്ന കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. അത് ഞാൻ കൺമഷി മുകളിൽ എഴുതാറുണ്ട് കണ്ണിൻ്റെ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതണത്. അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതി, അത് കഴിഞ്ഞ് പൊട്ടൊക്കെ കുത്തി, ബ്ലാക്ക് പൊട്ട് തന്നെ. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അത് വെച്ച് തന്നെ ബ്ലഷ് പോലെയൊക്കെ, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്നുള്ളത്. എന്നിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടാൽ ശരിക്കും മനസ്സിലാവുന്നില്ല. അത് ലാക്മേയുടെ മാറ്റാണ്, മാറ്റിൻ്റെ 08 ആണ്. ന്യൂട്രീമോ അങ്ങനെ എന്തോ ഒരു കളറാണ്, ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടു. അത് നമ്മൾ കമ്മലൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ അത് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് മുടി അയച്ചിട്ടൊക്കെ കൊണ്ട് വലിയ മനയുണ്ടായില്ല. അപ്പോൾ ഒരു സിൽവറിൻ്റെ ചെറിയൊരു കുഞ്ഞ് ജിമിക്ക് പോലത്തെ അതിട്ടു. നമ്മൾ കുളിച്ചിട്ട് വേണമല്ലോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി. നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ ഒരു കാര്യം മറന്നിരിക്കുന്നു. വാട്ട് വാസ് ദാറ്റ്? വളയിടാൻ മറന്നു. അതാണ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഓർക്കണത്. എന്തായാലും നമ്മൾ ഊബറിന് പോവാണ്. പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ അടുത്ത് നട തുറക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പുള്ളിയുടെ റിപ്ലൈ ആയിരുന്നു കേട്ടോ അത്. ഞാൻ പിന്നെ കാര്യമാക്കാനൊന്നും പോയില്ല, വിട്ട് കളഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അയ്യോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പത്മനാഭസ്വാമിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്നവരാണെങ്കിലും ഒന്ന് കയറി കണ്ടിട്ട് പോകണം. അത്ര അടിപൊളിയാണ്, നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കൂടെ ഞാൻ ഗൂഗിളിൽ നിന്നുള്ള ടൈമിങ് ഞാൻ ലാസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. പോകാൻ താല്പര്യമുള്ളവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. അപ്പോൾ അന്ന് ഫുൾ മൂഡും കൂടിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഹാപ്പിയായി ഞാൻ. ഇതാണ് കേട്ടോ ഞാൻ ബാഗൊക്കെ വെച്ച കൗണ്ടർ. ഇവിടെ ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ശബരിമല സീസണാണ്. അപ്പോൾ അയ്യപ്പന്മാർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ കുറച്ച് പേരായിരിക്കും മിക്കവാറും ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് കയറി പോകാൻ പറ്റും. പിന്നെ ഞാനപ്പോൾ അവിടെ നിന്ന് അരവണയൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയാവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന സ്പോട്ടിലോട്ട് പോകുന്ന സമയത്താണ് അടുത്ത അമ്പലം, പഴവങ്ങാടി അമ്പലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അമ്പലവും തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൗണ്ടറൊന്നും ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ഒരു സ്ഥലത്ത് വെച്ചോളാൻ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ വെച്ചിട്ടാണ് പോയി തൊഴുതിട്ട് വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാ ദിവസത്തെയും ടൈമിങ് ഇത് തന്നെയാണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഞാൻ 3:30 പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സമയം നോക്കി പോവാം അമ്പലത്തിലോട്ട്. അപ്പോൾ വിഷ്ണു ആണ്, അതായത് ശ്രീ പത്മനാഭസ്വാമിയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന വിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. അതിനൊപ്പം തന്നെ തെക്കേടത്ത് നരസിംഹമൂർത്തിയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ അവിടെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന KK കോട്ടയിൽ അവിടെ നിന്ന് കാണുന്ന
ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം എന്ന് പറയുന്നത്. പിന്നെ ഉപദേവതകളായിട്ട് ഗണപതി, ധർമ്മശാസ്താവ്, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, വിശ്വക്സേനൻ, അശ്വത്ഥാമാവ്, വേദവ്യാസൻ തുടങ്ങിയവരുടെയും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രക്കുളവും ഉണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ലോകത്തെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അമ്പലം എന്നാണ് വിശ്വസിക്കുന്നത്. പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ടൈമിംഗ് നമുക്ക് നോക്കിയിട്ട് പോയി നോക്കുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു.